പോലത്തെ ഇപ്പൊ അവന് ഒരു ലക്ഷം ചോദിച്ചാൽ എടുത്തു കൊടുക്കാനുള്ള ആ ഒരു സംഭവം ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പൊ ഇവനും ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു, ഞാനും ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. അപ്പം അതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വേസ്റ്റ് ആയിരുന്നു. നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞ്, സംസാരിക്കൽ കുറഞ്ഞ്, അല്ലേ? അതൊക്കെ ഭയങ്കര ബ്രേക്കപ്പ് എന്നൊന്നല്ല, പക്ഷെ ഞാൻ മസ്താനി വന്നപ്പം തന്നെ എന്റെ ബോയ് ഫ്രണ്ടിന്റെ ഒക്കെ വിഷയം ഇട്ടിട്ട് ഓൾറെഡി എന്നെ കുറെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു മെന്റലി. ആ സമയം മുതൽ ഞാൻ ഭയങ്കര ബോയ് ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരുന്നു. പിന്നെ അങ്ങനെ റിക്കവർ ആയി വരെയായിരുന്നു. അപ്പം പിന്നെ ഈ ഒരു ഇതും കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് കണ്ടിട്ട് ബിഗ് ബോസിനകത്താണെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും ഒരു പേരെ ഈ പെൺകുട്ടിക്ക് പറയാനുള്ളൂ, ആലിബ് ആലിബ് ആലിബ്. ഉമ്മ എന്ന വാക്ക് എവിടെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടില്ല. ഉമ്മയെ അത്രമാത്രം സോഷ്യൽ മീഡിയയിൽ താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടു. അതായത് ഈ ഒരു പെൺകുട്ടി ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നപ്പോൾ അവളുടെ ഉമ്മയും കാമുകനും അടുത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചത് ഈ പയ്യനെയാണ് എന്നുള്ളതാണ്. 19 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് നിങ്ങൾ നോക്കണം. ഇത് ഉമ്മ ഇടക്കിടക്ക് പറയും, അവൾക്ക് 19 വയസ്സേ ആയിട്ടുള്ളൂന്നേ, എന്നാൽ അവളുടെ കാമുകൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വർഗാണെന്നേ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് ഉമ്മാന്റെ കാലടി പാതയിലാണ് സ്വർഗം എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തൊക്കെ ഒന്നുമില്ല. നമ്മുടെ കൂടെ ആര് എപ്പോഴും കൂടെ ഉണ്ടാവും നമ്മൾ നോക്കേണ്ടത്. ഇവള് ബിഗ് ബോസിനകത്ത് പോയിട്ട് കാണിച്ച കോപ്രായത്തരങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ആളുകൾ ഇവളെ വെറുത്തപ്പോ ഈ ഉമ്മ മാത്രമാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടത്. അതായത് ആ മകളോടുള്ള സ്നേഹം കാരണം ആ ഉമ്മ ഒരു വീഡിയോ ഇട്ടു. ഹായ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. വേറൊന്നുകൊണ്ടല്ല, എന്റെ മോളെ നെഗറ്റീവ് കണ്ടിട്ട് തന്നെയാണ് വന്നത്. എന്നാൽ ഈ ആലിബും കൂലിബും ഒക്കെ എവിടെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഇവൾ പുറത്തിറങ്ങിയിട്ട് ഈ ഓടി കെട്ടിപ്പിടിച്ച വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ആരാണ് ഈ ആലിബ് എന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ടോ അവന് നാണം സഹിക്കാൻ വയ്യ, ഒന്ന് വിട്ടെന്ന് പറയുന്നുണ്ട്. ഓള് വന്ന് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരപ്പാക്കി എന്നുള്ളതാണ്. 19 വയസ്സിൽ ലോകവിവരം എല്ലാമുള്ള ഒരു കുട്ടിയായിട്ടാണ് എൻ്റെ മകൾ ജനിച്ചത് എന്നൊക്കെയാണ് 36 പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ ഉമ്മയാണ് പരിഹസിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ വീഡിയോ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഒരിക്കലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഇൻസ്പയർ ആയിട്ട് എടുക്കരുത്. രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് 17 വയസ്സിൽ ഒരു പയ്യനെ കണ്ട് ഇഷ്ടപ്പെടുന്നു, 19 വയസ്സായിട്ടുള്ളൂ, ഇവർ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നുണ്ട്. ഇതിനൊക്കെ പെർമിഷൻ കൊടുക്കുന്ന ഒരു ഉമ്മ, ആ ഉമ്മക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഉമ്മ ഭയങ്കര പുരോഗമന ചിന്താഗതിയുള്ള ഒരു ഉമ്മയാവും കേട്ടോ. അതുകൊണ്ടാകും ഇത് കാര്യത്തിലൊന്നും ഒരു വിഷയമല്ല എന്ന രീതിയിൽ അവര് അവളുടെ ഇഷ്ടത്തിന് പൊക്കോട്ടെ, അതിനെന്ത്, എന്റെ കുട്ടി മോശപ്പെട്ട രീതിയിലൊന്നും സഞ്ചരിക്കാത്ത ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ റീൽസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, ഗോവ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ എന്തും ആവട്ടെ, അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് റിയാക്ട് ചെയ്യുമല്ലോ. നമ്മൾ സഭ്യമായ രീതിയിൽ തന്നെയാണ് റിയാക്ഷൻ ചെയ്യാറുള്ളൂ. ഈ വിഷയത്തിലും സഭ്യത മാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, ഇവിടെ വീഡിയോ രക്ഷിതാക്കൾക്ക് വേണ്ടിയാണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പെൺകുട്ടി, നിങ്ങളുടെ മകള് 17 വയസ്സുള്ള മകള് 17 വയസ്സുള്ള ഒരു പയ്യനുമായിട്ട് പ്രേമമാവുന്നു. നിങ്ങളുടെ അടുത്ത് വന്നത് പറയുമ്പോൾ നിങ്ങൾ എന്താ മോളെ നിങ്ങൾ അടിച്ച് പൊളിക്കി എന്ന് പറഞ്ഞ് വിടുമോ? പകരം ആ ഒരു കുട്ടിയെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ? ഈ വകതിരിവും ലോകവിവരവും പിന്നെ പക്വത എന്നുള്ള സാധനമൊന്നും പ്രായത്തിൻ്റെതല്ല എന്നാണ് ഈ കുട്ടി പറഞ്ഞിട്ടുള്ളത്. ഇതേ കാര്യത്തിന് തന്നെയാണ് ആ ഉമ്മ യോജിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ബിഗ് ബോസിൽ നിന്ന് ഇവള് പുറത്ത് വന്നല്ലോ, ഈ ഒരു സമയത്ത് ഉമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് സൈഡാക്കിക്കൊണ്ട് ആലിബ് മോന്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ഒരു പ്രകടനം ഉണ്ട്, ഒന്ന് കാണാം. എന്തൊരു ക്യൂട്ടാണ് നോക്കിയേ, എന്തൊരു ഭംഗിയാണ് നോക്കിയേ. 2K കിഡിന്റെ അടി വന്നിട്ട് കമന്റ് ഇടുന്ന കാണണം, എന്തൊരു സ്നേഹമാണ് നോക്കിയേ. ആ ഉമ്മയേക്കാൾ കൂടുതൽ അവൾക്ക് അവനോടാണ് സ്നേഹമെങ്കിൽ ആ ഉമ്മയേക്കാൾ കൂടുതൽ അവൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ ഉമ്മ പോലും ഇവൾക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഇവൻ എവിടെയായിരുന്നു എനിക്കറിയില്ല. ഈ കുട്ടി ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതൊക്കെ പോട്ടെ, ഇനി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇവള് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഉമ്മയെ എന്തുകൊണ്ട് കെട്ടിപ്പിടിച്ചില്ല, അവൻ എന്തുകൊണ്ട് കെട്ടിപ്പിടിച്ചു എന്നുള്ളതൊക്കെ. നിങ്ങളുടെ കഥകളൊക്കെ 50 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. കാറിനകത്ത് ഇരുന്ന് കൊണ്ടുള്ള ആ ഒരു വിപ്ലവകരമായിട്ടുള്ള വളിപ്രസ്ഥാനം അതൊക്കെ ഞങ്ങൾ കേട്ടതാണ്, കണ്ടതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നൂറ അതിലേക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ലൈവില് രാത്രി കിടന്നിട്ട്. ഓക്കെ, അതിന്റെ ഇടയിലാണ് ആ വളി സംസാരമൊക്കെ വന്നതെന്നുള്ളതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇവളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഈ വ്ളോഗിൽ ഡീറ്റെയിലിംഗ് ഉണ്ട്, ആരും സ്കിപ്പ് ചെയ്യണ്ട, ഡീറ്റെയിലിംഗ് കാണാം.
അങ്ങനെ ഞാൻ ബിഗ് ബോസിലെ 50 ഡേയ്സ് കംപ്ലീറ്റ് ആയി ഗായ്സ്. അപ്പൊ ഇതിന്റെ 50 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ്. ബൈദവിന്റെ സൗണ്ട് വെച്ചിട്ട് നിങ്ങൾ അവിടെ 50 ഡേയ്സ് ഒക്കെ നിർത്തിയില്ല, അതന്നെ വലിയ കാര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോ ഞാൻ തന്നെ ഹെഡ്സെറ്റ് ഊരി വെച്ചിട്ടുണ്ട്, അമ്മാതിരി സൗണ്ട് ആയിരുന്നു. പക്ഷെ റിയാലിറ്റി എന്താ വെച്ചാൽ ഇത്ര അലറിയിട്ട് ഇവരോട് സംസാരിച്ച് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത്ര അലറി സംസാരിച്ചാലും ആരും മൈൻഡ് ആക്കൂല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അലറി സംസാരിക്കുന്നത്. ബൈദവേ അത് നിങ്ങൾക്ക് അരോചകമായിട്ടോ എന്തായിട്ടോ തോന്നിയെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. ഇനി ഞാൻ എന്റെ പൊന്നു മോളെ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ചെവിട് 2 വട്ടാണ് ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടുള്ളത്, ചെവിട്ട് കത്തിപ്പോയിട്ട്. അതേപോലെ നിങ്ങളെ ബിഗ് ലൂസ് തന്നെ ആശുപത്രിയിലായിരുന്നു എന്നൊക്കെ കേട്ടില്ല, 2 ദിവസം മുമ്പിൽ മിണ്ടിയിരുന്നില്ല. ചെവിട് പോയിട്ട് അമ്മാതിരി 5000 ഡെസിമലിലൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ബിഗ് ബോസിൽ നിന്ന് നിങ്ങൾ എവിറ്റ് ആവേണ്ട ആള് തന്നെയാണ്, പക്ഷെ അത് കുറച്ചുകൂടി മുന്നേ ആയിരുന്നു. പിന്നെ 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 നിങ്ങളെ ക്യാമറയിലെ കാണാത്തത് കൊണ്ട് തന്നെ ഞങ്ങളത് മൈൻഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. പോയത് എന്തായാലും നന്നായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രമാത്രം സമാധാനം. ഇപ്പൊ ടി വിക്ക് വല്ലാണ്ട് സൗണ്ട് കൂട്ടി കുറച്ച് കളിക്കണ്ടേ. ബിഗ് ബോസ് വരുന്ന സമയത്ത് നോർമൽ ആയിട്ട് ഇരുന്ന് കാണാം. എന്നാലും ഉണ്ട് നൂറ എന്ന് പറയുന്ന ഒരു വ്യക്തി, നീ അവിടുന്ന് ശബ്ദം അവർക്ക് കൊടുത്തിട്ടാണോ പോയത്? ഇപ്പൊ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഭയങ്കര ബഹളാണെന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല, എന്തൊക്കെയോ എക്സ്പ്ലനേഷൻ ഉണ്ട്. ബിഗ് ബോസ് കാണാതെ നിൽക്കണ്ട, ഞാൻ ഫൈനലി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3 മണി പൊലിച്ചൊക്കെ ആയപ്പത്തേക്ക് ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എത്തി. എന്നിട്ട് അവിടെ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവിടെ നിന്ന് വരുമ്പോൾ ആരോടും ഒരു പേഴ്സണൽ ഗ്രജസ് ഒന്നുമില്ല, ഞാൻ എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ടോളം എടുത്തത്. പക്ഷെ മസ്താനിമോളോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്, അതെന്താണെന്നറിയില്ല. മസ്താനിമോളോട് ഒരു പ്രത്യേക സ്നേഹോ? അതെന്തുകൊണ്ടാ? സംഭവം മനസ്സിലായി. ഈ ആദില നൂറയുടെ അടുത്ത് കിടന്നിട്ട് വർത്താനം പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര സ്നേഹമായിരുന്നു വിളിക്കുക ആദില നൂറനായിട്ട്. ആദില നൂറയെ കടിച്ചു മുറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന കൂട്ടത്തിലും ഈ ആളുണ്ടല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോൾ സ്നേഹം തോന്നിയേക്കാം. പിന്നെ അതൊന്നും കൂടാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശബ്ദം കൊണ്ടും ഏകദേശം സാമ്യത ഉണ്ടല്ലോ, അതുകൊണ്ടാവും. എന്തായാലും രണ്ടുപേരും പുറത്തു പോവേണ്ടവര് തന്നെയായിരുന്നു. പോയത് നന്നായി. ബട്ടർ മിൽക്ക് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് നാട്ടിലെത്തി. ഞാൻ മോനെ നാട്ടിലെത്തിയപ്പോണ്ട് ഫുള്ളും മീഡിയക്കാര്, ഞാൻ പേടിച്ചോ. എന്നിട്ട് ഞാൻ ബാത്റൂമിൽ കയറി ഇരുന്ന്. ഒന്നാമത്തത് ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരുന്നത്. പിന്നെ ഞാൻ നാട്ടിലൊരു ഇൻവെർട്ടർ ആണ്, അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു മടിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ആലിബിനെ വീട്ടുകാരെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ഹാപ്പിനെസ് ആയത് ഗൈസ്. പിന്നെ എപ്പോഴത്തെ പ്രശ്നം, ഞാൻ ആദ്യം ആലിബിനെ കയറി കെട്ടിപ്പിടിച്ചതാണ്. എന്താ ചെയ്യുക, ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് ആലിബ്. എന്റെ പാവ മോൻ എന്ത് പേച്ച് ഗൈസ്. ഞാൻ ഇൻവെർട്ടർ ആണെങ്കിൽ ഓൻ അതിനെക്കാട്ടി വലിയ ഇൻവെർട്ടർ ആണ്. സംഭവം എന്താ വെച്ചാൽ ഞാൻ എന്റെ അമ്മനെ കെട്ടിപ്പിടിക്കാതെ ആദ്യം ആലിബിനെ കെട്ടിപ്പിടിച്ചതാണ് ഗൈസ്. എനിക്ക് വേണമെങ്കിൽ മീഡിയക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മനൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഫേക്ക് അടിച്ച് നിൽക്കുക. പക്ഷെ എൻ്റെ അമ്മക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം ആലിബിന്റെ കാര്യമാണ്. അപ്പൊ എനിക്ക് അതിങ്ങളെ മുന്നേ ഫേക്കായി കാണിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്തത്. രണ്ടുപേരും ഇൻവെർട്ടർ, അപ്പൊ ആര് ട്രാൻസ്ഫോമർ? കൊള്ളാം. ഉമ്മയെ കെട്ടിപ്പിടിക്കുന്നത് എന്താണ്? ഫേക്ക് സ്നേഹം. ആലിബിനെ കെട്ടിപ്പിടിക്കുന്നത് റിയൽ സ്നേഹം. പൊളി. ഇങ്ങനെയായിരിക്കണം മക്കള് കേട്ടോ. എന്തൊക്കെയായിരുന്നു ആ ഉമ്മ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിച്ചിരുന്നത്, എന്റെ മകളിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇപ്പടി ഇറുക്ക്. ആലിബിനെയാണ് എന്റെ മകൾക്ക് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം ഉമ്മയും പറഞ്ഞു, ഇപ്പൊ അത് ഈ പെൺകുട്ടിയും പറയുന്നു. കൊള്ളാം ഉമ്മ, കൊള്ളാം. രക്തബന്ധം എന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ബന്ധത്തിനേക്കാൾ വലുതാണോ ഇതെന്ന് എനിക്കറിയില്ല. എന്തായാലും അടിയിൽ കണ്ട ഒരു കമന്റ് ഞാൻ പറഞ്ഞേക്കാം. അതായത് ഉമ്മയെ നമുക്ക് എപ്പോഴെങ്കിലും കെട്ടിപ്പിടിക്കാം, ഉമ്മ അവിടെ എന്തുണ്ടാവും, കാമുകൻ എപ്പോഴെങ്കിലും മാറാമല്ലോ എന്നുള്ളതാണ് ഒരാളുടെ കമന്റ്. എനിക്കത് ചില സമയത്തൊക്കെ ചില വിഷയങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ കാര്യത്തിലല്ല കേട്ടോ, ഇവരുടെ കാര്യം എന്താവും നമുക്കറിയില്ല. എന്തായാലും ആ വാക്കുകൾ ഉണ്ടല്ലോ, എന്റെ കുടുംബക്കാർക്കും എന്റെ ഉമ്മാക്കും അറിയാം എന്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ആലിബിനെയാണ് എന്നുള്ളത്. കൊള്ളാം മോളെ, കൊള്ളാം. ഇതാണ് 19 വയസ്സുകാരിയുടെ ലോക വിവരം എന്നുള്ളതാണ്. അതായത് നമ്മൾ എത്ര പ്രായം കൂടിയ ആളാണെന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടിയുടെ അത്രക്കുള്ള ബുദ്ധി നമുക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. വീഡിയോ കാണുന്ന രക്ഷിതാക്കളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾക്ക് ഇതേപോലെ സ്നേഹം വരുമ്പോൾ കൈ നീട്ടി സ്വീകരിക്കുക. ഇപ്പൊ റെനയുടെ ഉമ്മ ഒക്കെ പറയുന്ന പോലെ അവർക്ക് സ്വർഗമാണ് എന്ന് പറയണം കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്. ഹലോ ഗൈസ്, കുറെ കാലമായി ആലിബിനെയും കൂട്ടി പുറത്തു പോവലൊക്കെ ഉണ്ട്. പക്ഷെ ഷൂട്ടിനും കൊളാബറേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട്, അല്ലാതെ ഡേറ്റിങ്ങിനായിട്ട് നമ്മൾ കുറെ കാലം. ഇതാ കാറല്ലേ ലൈവില് പറഞ്ഞ ആ കാറ്? ലൈവില് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ ഒന്ന് കേട്ടോളിട്ടാ. ആരാണ് ഏറ്റവും സൗണ്ടിലുണ്ടാകുന്നത്? ആ കാറാണ് ഗൈസ്, ആ കാറാണിത്. നിങ്ങൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് ആരാണ് ഒച്ചത്തിൽ വളിയിടുക എന്നൊക്കെ നോക്കാറുണ്ട്. മണം വരുന്ന ആളാരാണോ അവര് തോറ്റുപോകും. നല്ല രസകരമായിട്ടുള്ള ഗെയിമൊക്കെയാണ് ആ കാറിൽ നിന്ന് കളിക്കാറുണ്ട്. അത് ഞാനൊന്നും പറഞ്ഞല്ലോ കേട്ടോ, ലൈവിൽ വന്ന് ഇവര് പറഞ്ഞ കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ കിടന്ന് തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ലൂസിൽ പറഞ്ഞ കഥയാണ്. എന്തായാലും കൊള്ളാം, കാറൊക്കെ കൊള്ളാം. ഇനി നമുക്ക് ഇവരുടെ ഏറ്റവും വലിയ സങ്കടമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
സോഷ്യൽ മീഡിയയിലുള്ള വരുമാനം നിലച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധം ഉലയുമോ എന്നുള്ളതാണ്. 19 വയസ്സായിട്ടല്ലേ ഉള്ളൂ, ഒലയാനൊക്കെ ഇഷ്ടം പോലെ സമയം കിടക്കുന്നില്ലേ? ഒലയാനും ഒലയാതിരിക്കാനും സമയം അങ്ങനെ കിടക്കാണ്. കാണാം. എനിക്ക് പേഴ്സണലി വേഴ്സ്റ്റ് ടൈമായി തോന്നിയത് എപ്പോഴാണെന്ന് ഇവന്റെ കൈക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്റെ കൈ ഒടിഞ്ഞെടുക്കായിരുന്നു. അപ്പം ആക്സിഡന്റ് ആയതിന്റെ ഭാഗമായിട്ട് ഒരു 1 ലക്ഷത്തിന്റെ അടുത്ത് കുറച്ച് കടങ്ങളൊക്കെ ആയി നിൽക്കായിരുന്നു. പക്ഷെ അന്നെന്ന് വെച്ചാല് ഐ ഹാഡ് ഇൻകം. പക്ഷെ ഇപ്പം കിട്ടുന്ന പോലത്തെ ഇപ്പൊ അവന് ഒരു 1 ലക്ഷം ചോദിച്ചാൽ എടുത്തു കൊടുക്കാനുള്ള ആ ഒരു സംഭവം ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പൊ ഇവനും ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു, ഞാനും ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. അപ്പം അതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വേഴ്സ്റ്റ് ആയിരുന്നു. നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞ്, സംസാരിക്കൽ കുറഞ്ഞ്, അല്ലേ? അതൊക്കെ എനിക്ക് ഭയങ്കര ബ്രേക്കപ്പ് എന്നൊന്നല്ല, പക്ഷെ ഒരു ആകെ മൊത്തം ഡൗൺ ആയിക്കുന്ന അതേപോലെ ആയിപ്പോയി. കുറച്ച് പൈസയുടെ പ്രശ്നം കാരണം കൊണ്ട് തന്നെ ഇവര് ബന്ധം വേറിട്ട അവസ്ഥയിലേക്ക് എത്തി എന്നാ പറയുന്നത്. അന്ന് എന്തായാലും എനിക്ക് 1 ലക്ഷം രൂപ ഒന്നും ചോദിച്ചാൽ കൊടുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഉണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുറച്ച് ആളുകളുടെ കമന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ അത്യാവശ്യം പൂത്ത പണമുണ്ട്, അതുകൊണ്ടാകാം ഇവളുടെ ഉമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതൊരു തെറ്റായ ചിന്താഗതിയാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. കാരണം ഇവന് കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്ന സമയത്ത് റനയോട് പൈസ വെച്ചപ്പോൾ റനയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയതിന് തുല്യമായിരുന്നു എന്നുള്ളത്. കാമുകിയുടെ കയ്യിൽ പൈസ ഇല്ല. അതെന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു, ഒരുപാട് വരുമാനം വരുന്ന ഒരാൾക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സങ്കടമായി, അങ്ങനെ പിരിയേണ്ട വക്കിലെത്തി എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിട്ടാ, ഇവളുടെ വരുമാനത്തിനാണ് അപ്പൊ ഇവന് മുന്നോട്ട് പോകുന്നത് അല്ലേ? പോളി ഇങ്ങനെ വേണം. നീ ഒരു 4-5 ഇന്റർവ്യൂ കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായി. ഇപ്പൊ ബിഗ് ബോസിൽ തന്നെ അത്യാവശ്യം വരുമാനം കിട്ടുന്നതല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമുള്ള കാര്യമില്ല. അതൊന്ന് കിട്ടാനുള്ളത് കിട്ടും, ഇനി ഇവിടുന്ന് കൊളാബ് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, പൈസ കിട്ടും. അപ്പൊ ഇവനല്ല പണി മൊത്തം ഇവളുടെ കയ്യിലാണ്. കൊള്ളാം. ആദ്യത്തെ സംഭവം വന്നപ്പോൾ തോന്നി ഇപ്പം റെന വിചാരിച്ചോ ആലി തന്നെ ഇട്ടിട്ട് പോകുന്നു അങ്ങനെയൊക്കെ അതുകൊണ്ടായിരുന്നു ഇട്ടിട്ട് പോകുന്നല്ല വിചാരിച്ചത്. ബിക്കോസ് ഇപ്പൊ 50 days നമ്മൾ വിട്ട് നിൽക്കാണ്. അപ്പം ഡെഫിനറ്റ്ലി എനിക്ക് മിസ് ചെയ്യും, അവർക്ക് മിസ് ചെയ്യും. അവന്റെ ഫോണുണ്ട്, അവന്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ ഞാൻ നെഗറ്റീവ് പറയുമ്പോൾ അവർക്ക് ഒരു ബാഡ് വരണ്ട എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മസ്താനി വന്നപ്പോൾ തന്നെ എന്റെ ബോയ് ഫ്രണ്ടിന്റെ ഒക്കെ വിഷയം ഇട്ടിട്ട് ഓൾറെഡി എന്നെ കുറെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു മെന്റലി. ആ സമയം മുതൽ ഞാൻ ഭയങ്കര ബോയ് ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരുന്നു. പിന്നെ അങ്ങനെ റിക്കവർ ആയി വരായിരുന്നു. അപ്പം പിന്നെ ഈ ഒരു ഇതും കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അവർക്ക് ചെയ്ത് കണ്ടിട്ട് ബാഡ് ആവും, ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ഇതുപോലുള്ള തെറ്റിദ്ധാരണ കണ്ടാവില്ല അലിബ്. അങ്ങനെ അലിബ് തെറ്റിദ്ധാരണല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ എന്നാലും ഞാനായിട്ട് എന്തെങ്കിലും ചെയ്ത് വെച്ചാൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളല്ലേ ഇപ്പത്തെ. അതെ, ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരാളാണ്. പൈസയുടെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് തന്നെ ഇവര് പിരിഞ്ഞില്ല നിന്നതെന്നാ പറയുന്നത്. പിന്നെ ഇപ്പൊ ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് സാധ്യത ഉണ്ട് എന്നുള്ള ആ കുട്ടി തോന്നിപ്പോയി എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രായം ചെറുതാണ്, എപ്പോ വേണമെങ്കിലും ബോയ് ഫ്രണ്ടിനെ മാറ്റാമല്ലോ, അതൊക്കെ നമ്മുടെ ചോയ്സ് അല്ല ചാച്ചി എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ്. ഇപ്പോഴത്തെ ജനറേഷന്റെ ഒക്കെ ഒരു പ്രത്യേകത അതാണെന്നുള്ളതാണ്. ഉമ്മയേക്കാൾ കൂടുതൽ പ്രേമം അല്ലെങ്കിൽ സ്നേഹം എനിക്ക് ആലിബിനോടാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം നിങ്ങൾ കേട്ട. ഉമ്മയേക്കാൾ കൂടുതൽ സ്നേഹം, എന്തൊരു പ്യുവറായിട്ടുള്ള സ്നേഹമാണല്ലേ. ഭാവിയിൽ നമ്മൾ വേറൊന്നും കേൾക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ. റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എനിക്ക് വേറൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ. ഈ ഒരു സിറ്റുവേഷൻ പറയുമ്പോ ഐ മീൻ എന്റെ സ്വഭാവം വെച്ചിട്ട്. ഇൻ വാട്ട് വേ? എന്താ അറിയേണ്ടി എന്താ മതി ക്യാമറ ആക്കി വെച്ച് മനസ്സറിയാൻ നോക്കാം. ഒന്നില്ല, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അതായത് സാമ്പത്തികമില്ലാത്ത ഒരവസ്ഥയിൽ നിനക്ക്, അതായത് ആ 1 ലക്ഷം രൂപ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നല്ലോ. അങ്ങനെ ഞാൻ ആ ബന്ധം ഗ്യാപ്പ് ഇട്ടിരുന്നല്ലോ, അത് ഒഴിവായിരുന്നെങ്കിൽ നീ മറ്റൊരു ഗേൾ ഫ്രണ്ടിനെ തിരയുമായിരുന്നു. പിന്നെന്താ സംശയം? തീർച്ചയായിട്ടും. കൊള്ളാം, അടിപൊളി, കൊള്ളാം. എനിക്ക് ഈ വീഡിയോ കാണുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. ഈ സോഷ്യൽ മീഡിയ യുഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടാ പൊള്ളുന്ന ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. ഒരുപാട് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നവരും ഒരുപാട് മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്ന സാധനമാണ് എല്ലോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂര് പട്ടന്തിന. ഈ പാട്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ടിക്ടോക്ക് തരംഗമായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് ഒരുപാട് ചെറിയ കുട്ടികൾ കല്യാണം കഴിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നും അതുണ്ട്. ഏറ്റവും കൂടുതൽ ഇത്തരം സോഷ്യൽ മീഡിയ ഉപയോഗം കൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾ ആ രീതിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ സോഷ്യൽ മീഡിയ തന്നെയാണ് വില്ലനായി നിൽക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കാനേ കഴിയും. ഇതിന് മോണിറ്ററിങ് എന്നൊരു സംഭവമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളുടെ മൊബൈൽ ഫോൺ 18 വയസ്സ് വരെയെങ്കിലും കൃത്യമായി മോണിറ്റർ ചെയ്യുക. അതെന്തുകൊണ്ടാണ് ചെയ്യണം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ 18 വയസ്സിനകത്താണ് ഇത്തരം മണ്ടത്തരങ്ങളിലേക്ക് ആളുകൾ പോയി വീഴുന്നത് എന്നുള്ളതാണ്. ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളൊക്കെ വേണം. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് സാമ്പത്തികമായിട്ട് റണ ഫാത്തിമ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള വരുമാനം നിലയ്ക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം എന്നുള്ളതാണ്.
ഇപ്പൊ നിങ്ങളുടെ മക്കള് സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുമാനമുള്ള ഒരാളാണെങ്കിൽ പോലും 18 വയസ്സ് വരെ നിങ്ങൾ മോണിറ്റർ ചെയ്യുക. അവർ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു 18 വയസ്സ് വരെയെങ്കിലും നോക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ അവരെ നിങ്ങൾക്ക് പിടിച്ചാൽ പോലും കിട്ടില്ല. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ തന്നെ ഒരുപാട് കുട്ടികൾ മാതാപിതാക്കൾ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ തന്നെ മാതാപിതാക്കളെ കൊല്ലുന്ന അവസ്ഥ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെങ്കിൽ നമ്മൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. കാരണം നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇവരുടെ കയ്യിലുള്ള ഈ കാര്യങ്ങളൊക്കെ. അത് നമ്മളല്ലാതെ പിന്നെ ആര് നോക്കാനാ? ഇവിടെ കഴുകന്മാരെ പോലെ ഒരുപാട് ആളുകൾ ഇവരെ വലവീശി പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരിൽ നിന്നെങ്കിലും നമുക്ക് നമ്മളെ മക്കളെ സംരക്ഷിക്കേണ്ടേ? ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ശരിയായ രീതിയിൽ നോക്കിയിട്ടില്ലായെങ്കിൽ അത് വലിയ അപകടമാവുന്നുള്ളത്. ഇപ്പൊ റണ ഫാത്തിമയെ അവളുടെ ഉമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ മക്കൾ അങ്ങനെ വഴിവിട്ട രീതിയിലൊന്നും ജീവിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന കുറെ സംഭവങ്ങളൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടു. പക്ഷെ പലയിടങ്ങളിലും ടൂർ പോയ കഥയൊക്കെ ഇവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഗോവയിൽ പോയതും അവിടെ പോയതും ഇവിടെ പോയതൊക്കെ. ഇവിടെ എല്ലാ ഇടങ്ങളിലും കൂടെ ആളുകൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലോ. ഓക്കെ, അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമല്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ മക്കൾക്കും കൂടി പ്രചോദനമാവുന്നുണ്ടെന്നുള്ളതാണ്. അതാ റണ ഫാത്തിമ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു കാമുകനെ ഒപ്പിച്ചു, അതാ സമ്പത്ത് ഉണ്ടാക്കുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എല്ലാവരും ആ ഒരു രീതിയിലേക്ക് പോകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ലവരല്ല എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇപ്പോ ഈ ചെക്കൻ ചിലപ്പോൾ നല്ല ചെക്കനാവും, നമ്മൾ ഈ കാണുന്ന രീതിയിലല്ലാതെ ചിലപ്പോൾ നല്ല ചെക്കനാവും, ചിലപ്പോ മോശമാവും, നമുക്കറിയില്ല. സോഷ്യൽ മീഡിയ ആണ്, റീൽ ഈസ് നോട്ട് റിയൽ എന്നുള്ളതാണ്. റീൽ എടുക്കുന്ന സമയത്ത് അവർ ചിരിക്കുന്നുണ്ടെങ്കിൽ റീല് കഴിഞ്ഞാൽ അവർ ചിരിയാവില്ല, ചിലപ്പോൾ ദേഷ്യത്തിലാവും നിൽക്കുന്നുണ്ടാവുക അല്ലെ? അപ്പൊ എല്ലാവരുടെയും മുന്നിൽ എന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ച ഒരു കപട സ്നേഹം കാണിക്കേണ്ട കാര്യം എനിക്കില്ല. എന്റെ ഉമ്മയേക്കാൾ വലുത് എനിക്ക് എന്റെ കാമുകനാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ വലിയ അപകടമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. വരും തലമുറ ഇതൊക്കെ കണ്ടുപഠിക്കുന്നു, മാതാപിതാക്കളോടുള്ള സ്നേഹം കുറയുന്നു. അത്തരം സ്നേഹം കുറയുമ്പോൾ അധികം വൈകാതെ തന്നെ, നമുക്ക് അധികം പ്രായമൊന്നും ആവണ്ട, അപ്പൊ തന്നെ നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കി പോവാനോ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കാനൊക്കെ സാധ്യതയുണ്ട്. ഏകദേശം 80-90 കാലഘട്ടങ്ങളിലുള്ള സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു പ്രായം ചെന്ന മാതാപിതാക്കളെ ഒഴിവാക്കുന്ന മക്കള് എന്നുള്ളത്. അത് ഈ ഒരു കാലഘട്ടത്തിൽ അത് കൂടുതൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പണ്ടത്തെക്കാൾ കൂടുതൽ ഇപ്പോഴാണ് മാതാപിതാക്കളെ ഈ പ്രായമായ ആളുകളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഇതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ മൊബൈൽ ഫോണിന്റെ ആ ഒരു മായാലോകത്ത് കിടക്കുകയാണ്. ആ ഒരു സമയത്ത് കുറച്ച് സമയമെങ്കിലും ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് നോക്കുക. ആൺകുട്ടികളെയും നോക്കണം, പെൺകുട്ടികളെയും നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് പോകും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ആൺകുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നതെങ്കിൽ നിങ്ങളത് ചോദ്യം ചെയ്യുകയും അത് മോണിറ്റർ ചെയ്യുകയും വേണം. കാരണം നമ്മുടെ നാട് ഇപ്പം അത്ര നല്ല രീതിയിലൊന്നല്ല മുന്നോട്ട് പോകുന്നത്. ഞാൻ തന്നെ ഇപ്പം എൻ്റെ എടപ്പാൾ ഭാഗത്ത് പലയിടങ്ങളിലും ഈ പയ്യന്മാർ 18 വയസ്സിന് മുന്നേ തന്നെ സിഗരറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ വലിക്കുന്നതും ഞാൻ കാണാറുണ്ട്. ഇതൊന്നും ചോദ്യം ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാലഘട്ടം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ചോദ്യം ചെയ്യേണ്ടത് ഒരുപക്ഷെ നാട്ടുകാരേക്കാൾ കൂടുതൽ വീട്ടുകാരാണ്. വീട്ടുകാരവരെ നല്ല രീതിയിൽ നോക്കിയാൽ തന്നെ കാര്യം കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി ഒരു 7-8 മണിക്ക് ശേഷം വീട്ടിൽ കയറി ചെന്നാൽ ആ ഒരു പെൺകുട്ടിയെ വീട്ടുകാർ മർദ്ദിക്കുന്നത് പോലും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ 11 മണി കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി വീട്ടിൽ കയറി വന്നാൽ ഒരു കുഴപ്പമില്ല. ഇതും മാറണം. ആണിനും പെണ്ണിനും ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രശ്നമാണ്. സോഷ്യൽ മീഡിയയുടെ അതിമാരകമായിട്ടുള്ള ഉപയോഗം കാരണം തന്നെയാണ് ഇത്തരം രീതിയിൽ നമ്മുടെ മക്കളായി മാറുന്നത്. അപ്പോൾ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി എതിർക്കുന്ന സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.